പരുന്തുംപാറയിലെ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണം വീണ്ടും അവിടെ കുരിശ് സ്ഥാപിച്ചതൊക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്താണ്. ഇന്നലെ രാത്രി RDXൽ പോലും ആ വിഷയത്തിൽ ഒരു ചർച്ചകളൊക്കെ നടന്നതുമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, പരുന്തുംപാറയിൽ നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിയ സജിത് ജോസഫിനെതിരെ കേസ് വന്നിരിക്കുന്നു. വണ്ടിപ്പെരിയാർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസെടുക്കാൻ ലാൻഡ് റവന്യൂ തഹസിൽദാർ ശുപാർശ ചെയ്തതുമാണ്. അപ്പോൾ ആൽവിൻ തോമസ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടക്കം മുതൽ തന്നെ ഈ പരുന്തുംപാറ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ആൽവിൻ തോമസ് ആണ്. അപ്പോൾ ആൽവിൻ തോമസ് ഉണ്ട് നമുക്കിപ്പം. ഹലോ മലയാളത്തിൽ. ആൽവിൻ, ഗുഡ് മോർണിംഗ്. ഈ പരുന്തുംപാറയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റവന്യൂ നടപടി വന്നു, പിന്നീട് കുരിശു മാറ്റി. പല സമയത്തുമൊക്കെ കേട്ട ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഈ പല ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടുകൂടിയാണ് ഈ പ്രതി അവിടെ കുരിശ് സ്ഥാപിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോഴും എവിടെയൊക്കെയോ അന്തരീക്ഷത്തിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നടപടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പറയാം ആൽവിൻ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. അതാണ് റവന്യൂ വകുപ്പിന്റെ അടിയന്തര നടപടിയും അടിയന്തര ഇടപെടലുമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കാര്യം ഇവിടെ അതായത് പരുന്തുംപാറ വില്ലേജിലെ അതോടൊപ്പം തന്നെ മഞ്ചുമല വില്ലേജിലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തന്നെ സ്റ്റോപ്പ് മെമ്മോ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. ഇതുകൂടാതെ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി 3 വില്ലേജുകളിൽ നിരോധനാജ്ഞ ലംഘനം ഉത്തരവിട്ടിരുന്നു. അതായത് മഞ്ചുമല, വാഗമൺ, അതോടൊപ്പം തന്നെ പരുന്തുംപാറ 3 വില്ലേജുകളിൽ 5 സർവേ നമ്പറുകളിലായാണ് ഈ നിരോധനാജ്ഞ ഉത്തരവിട്ടിരുന്നത്. ഈ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം സജിത് ജോസഫ് 141 നമ്പർ സർവേ നമ്പറിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുകയും കുരിശ് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തത്. അത് സ്വാഭാവികമായും ഒരു ക്രിമിനൽ നടപടിയിലേക്ക് പോകും എന്നുള്ളത് അയാൾക്ക് അറിയാമെങ്കിൽ പോലും അത്തരമൊരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടക്കുകയായിരുന്നു. അതിൽ വലിയ ഇടപെടൽ പെട്ടെന്ന് തന്നെ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്നലെ തന്നെയാണ് ആ കുരിശ് പൊളിച്ചു നീക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് ലാൻഡ് റവന്യൂ തഹസിൽദാർ നേരത്തെ വണ്ടിപ്പെരിയാർ പോലീസിന് ശുപാർശ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാന വകുപ്പ് അതുതന്നെയാണ്. നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് പ്രവേശിക്കുകയും നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിന് ആധാരമായിട്ടുള്ള സംഭവം. ഇത് കൂടാതെ മറ്റ് സർവേ നമ്പറുകളിലും ഇതുപോലെ സമാന രീതിയിൽ ചില നിർമ്മാണ പ്രവർത്തികൾ നടന്നിട്ടുണ്ട്. അതിൽ 7 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ മറ്റൊരു വിവരം നമുക്ക് നൽകാൻ കഴിയുക. അങ്ങനെ ഇപ്പോൾ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോലീസ് മുന്നോട്ട് പോയിരിക്കുന്നു. സ്വാഭാവികമായും നടപടി റവന്യൂ വകുപ്പില് ഇന്നലെ മന്ത്രി കെ രാജൻ ഉൾപ്പെടെ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലൊക്കെയും ഇത്തരം നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ ആൽവിൻ, വ്യക്തമാണ്. പരുന്തുംപാറയിൽ നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിയ സജിത് ജോസഫിനെതിരെ നടപടി വരികയാണ്. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ്.